ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ഫാൻ വെച്ചിട്ടുണ്ട്. എത്ര കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല, അഥവാ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ ഓരോ ചെയ്തോളാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഡേ ഇൻ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എത്രത്തോളം നടക്കുമെന്നൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ രാവിലെ സമയം പറയുന്നില്ല, അങ്ങനെ അതിരാവിലെയൊന്നുമല്ല, അത്യാവശ്യം വൈകിട്ടുള്ള രാവിലെയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഫസ്റ്റ് കുറച്ച് വെള്ളം, അതുകൊണ്ട് തന്നെ ഈത്തപ്പഴം കാഷ്യൂം കഴിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ ശേഷം നമുക്ക് കത്തര ഉണ്ടാക്കണം. കത്തരിന് കോഴിക്കറി പത്തര വെക്കാൻ കഴിക്കും. കോഴിക്കറി എന്തെങ്കിലും രാത്രിത്തോളം വെക്കാൻ നിൽക്കാം. ഞാൻ ഷെഡ്യൂൾ മാത്രമേ ഇല്ല, നമുക്ക് 3 നേരം 3 ഫുഡ് ആക്കേണ്ട ആവശ്യമില്ല ഗൈസ്. അപ്പോൾ ഇന്നലെ ആക്കിയിട്ടുണ്ടായി. ഇന്നലെ രാവിലെ മുട്ട ബുർജിയാക്കി, ഉച്ചക്ക് ചോറും പരിപ്പും കറിയും ആക്കി, പിന്നെ രാത്രി പുറത്തുനിന്ന് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ടുണ്ടായേക്കാം. അപ്പോൾ അതങ്ങനെ ഇന്നലെ പോയി. പിന്നെ ഞാൻ ഈ ചിക്കൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ചെയ്താലും ചിക്കൻ രാത്രിത്തോളം വെക്കാം. ഇപ്പോൾ പത്തിലിടാം, ഉച്ചക്ക് നെയ്ച്ചോറ് വെച്ചിട്ട് രാത്രി ദോശ മറ്റേ ചുടാം, ഉച്ചക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും ഇപ്പോഴത്തെ കാര്യം നോക്കാം. അപ്പോൾ നോർമൽ വാട്ടർ എടുക്കുന്നത് കേട്ടോ. ഇത് ഈ ഗ്ലാസ് ഫേവറേറ്റ് ഗ്ലാസ്സാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ മഗ് കുടിക്കാൻ വേണ്ടി എടുക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഫസ്റ്റ് ടൈം ഇപ്പോൾ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് എടുക്കുന്നത്. നമ്മൾ കല്യാണ ഫോട്ടോ, നമ്മൾ കല്യാണത്തിൻ്റെ പിറ്റേന്ന് രാവിലെ എടുത്ത ഒരു പിക്കാണ് നമ്മുടെ കയ്യിൻ്റെത്. ഇത് നമ്മൾ എവിടെയും കറങ്ങാൻ പോയപ്പോൾ, കറങ്ങാൻ വെച്ചാൽ നമ്മുടെ അടുത്തിങ്ങനെ വണ്ടി കൊണ്ടിങ്ങനെ പോകാൻ റെഡിയായ സമയത്ത് എടുത്തൊരു ഫോട്ടോ. ചായ ഞാൻ കുടിക്കാറില്ല കേട്ടോ. കുടിക്കും, ഉണ്ടെങ്കിൽ കുടിക്കും, അല്ലാണ്ട് ഞാൻ എനിക്കായിട്ടങ്ങനെ ചായ വെക്കാറില്ല. ഓക്കെ, നമ്മളെ നാട്ടിൽ വെള്ളാപ്പിൽ ന്യൂലാൻഡ് പറഞ്ഞൊരു പുതിയ വാട്ടർ തീം പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷെ അവിടെ ഇന്നലെ ബോട്ടൊക്കെ ചേരുന്നതാണ് കേട്ടോ. ഹൗസ് ബോട്ടൊക്കെ ന്യൂസും കണ്ടു. നമ്മൾ ഹൗസ് ബോട്ട് കയറാനല്ല, പാർക്ക് കാണാൻ വേണ്ടി പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പം അത് പെരുന്നാളിൻ്റെ തലേന്നാണ് ഇനാഗ്രേഷൻ കഴിഞ്ഞത്, അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാടെ ചെഞ്ച് കുറേ ദിവസമായി പറയുന്നത് കളിക്കാൻ പോകണം, വെള്ളത്തിൽ കളിക്കണം കുറേ പറയുന്നു. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് പോയി നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇപ്പം എന്തായാലും അത്യാവശ്യം തിരക്കുണ്ടാവും. വാട്ടർ തീം പാർക്കെന്ന് പറയുന്നത്, പക്ഷേ വാട്ടറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. കാരണം ഇതുവരെ ആരും അതിനെക്കുറിച്ച് പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നും നടത്താൻ ഇതുവരെ ഇട്ടിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അവർ ഇനാഗ്രേഷൻ്റെ ഒരു ടീച്ചർ കൊടുക്കുമല്ലോ, ടൈലർ, അപ്പോൾ അത് ഇറക്കിയതിൽ വാട്ടർ തീം പാർക്ക് പോലെയൊക്കെ കണ്ട്. ഇതെങ്ങനെയാണെന്ന് അറിയില്ല. അത് ഒരാഴ്ച കഴിഞ്ഞാണ്ട് പോകണം. ഓക്കെ, ഇനി നമുക്ക് കത്തിലാക്കുന്ന ടൈം കാണാം. അപ്പോൾ ഇങ്ങനെ 2 ഉള്ളി, 2 തക്കാളി, ഒരു പച്ചമുളക്, പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇത് ഉണ്ടായതുകൊണ്ട് ഭയങ്കര ഉപകാരം. ഞാൻ ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായി നമുക്ക് ഇത് ഇഷ്ടമല്ല എന്നൊക്കെ, പക്ഷേ എന്ത് ചെയ്യാനുണ്ട്, സാഹചര്യം വരുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് പോകും. കാരണം നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉള്ളിൽ ചതുക്കിയിട്ടൊക്കെ എടുക്കുന്നതിനേക്കാൾ അത്രയും ബെറ്റർ തന്നെയാണ് ഇത് വാങ്ങുന്നത്. പച്ചമുളക് മാത്രമേ, പച്ചമുളക് ഉണ്ടാവില്ല കേട്ടോ ഇതിൽ, ഇഞ്ചി വെളുത്തുള്ളി മാത്രം. പിന്നെ ഞാൻ ഉള്ളി മുറിച്ചപാടും കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം അടുത്ത് തന്നെ പാത്രത്തിൽ എപ്പോഴും എടുക്കും. നമ്മൾ സ്ഥിരം എങ്ങനെയാണ് ചെയ്യല് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞപാടും വെള്ളത്തിലിട്ടാൽ മതി. അപ്പം കണ്ണ് കത്തുന്നത് അത്രയും കുറയും കേട്ടോ. തൊലി കളഞ്ഞപാട് എന്താക്കാം, വെള്ളത്തിലിടാം. എന്നിട്ട് വെള്ളത്തിൽ തൊലി കളഞ്ഞ ശേഷം മുറിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം.
അങ്ങനെ ഉള്ളി തക്കാളി പച്ചമുളക് കട്ട് ചെയ്ത് കഴിഞ്ഞു. കോഴി ഞാൻ ഓൾറെഡി കഴുകി വെച്ചതാണ്. അപ്പോൾ അത് കുറച്ച് ഫ്രീസായിട്ടുള്ളത് അരിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം അതിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കറി വെക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. കറി വെക്കുന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പത്തിലിടാം. ഓക്കെ, സമയം കുക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ കറി വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. റെസിപ്പി ഒന്നുമല്ല, ഡേ ഇൻ ലൈഫാണ് ഗൈസ്. അപ്പം ഫുള്ളായിട്ട് അങ്ങനെ പറയുന്നൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞത് മാത്രം. അപ്പം ഞാനിപ്പോൾ എന്താണ് ഫസ്റ്റ് ഉള്ളി ഇട്ട് വഴച്ചതിന് ശേഷം തക്കാളി ഇട്ട് അങ്ങനത്തെ എല്ലാ ആഡംബരമൊന്നും കാണിക്കാറില്ല കേട്ടോ. എല്ലാം ഒന്നിച്ച് ഞാൻ ഇടല്. ഓക്കെ, തക്കാളി പച്ചമുളകും ഉള്ളിയെല്ലാം ഒന്നിച്ച് അങ്ങോട്ട് കൊടുത്തിട്ട് വഴറ്റലാണ് കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഞാൻ അങ്ങനെ ഇപ്പോൾ കറി വെക്കല്. കോഴി വെച്ച് ഇറച്ചി വെച്ചപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടായിട്ടില്ല. കോഴി വെച്ചാൽ അങ്ങനെ വെച്ചു. അപ്പോൾ നമുക്ക് എണ്ണ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞളും ചേർത്തിട്ടൊന്ന് ഫ്ലെയിം കുറച്ചിട്ടൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പത്തിന് കുഴച്ച് വെക്കാം. ഓക്കെ, കുറച്ച് മഞ്ഞളിട്ട് കോൺഫ്ലവർ എടുക്കും. മാറിപ്പോയി ഗൈസ്, മാറിപ്പോയി. ആവശ്യത്തിന് ഉപ്പിട്ടു. ഇപ്പോൾ ഇളക്കിയിട്ട് മൂടി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യാം. അപ്പം പത്തിന് കുഴക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിന് ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഇങ്ങനെ വെള്ളം ഒഴിക്കട്ടെ, കാരണം പൊടിയുടെ പാട് ചിലപ്പം അടിക്ക് ഇങ്ങനെ ഈ അടിക്കല്ല, അപ്പം അതിനടിക്ക് പറ്റി പിടിക്കാം. അപ്പോൾ കുറച്ച് കുഴക്കാൻ പ്രയാസം. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് അതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കും. എന്നിട്ട് പൊടിയിട്ടിട്ട് മിക്സ് ചെയ്യും. അത് ഉപ്പൊന്ന് കലക്കൊണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് അരിപ്പൊടി ഇടാം. അപ്പോൾ എനക്കും ഷെൻജുക്കും മാത്രമാണ്. കോഴിക്കറി ആയതുകൊണ്ട് ഞാൻ അത്യാവശ്യം കഴിക്കും, ഷെൻജു അത്യാവശ്യം കഴിക്കും. ഒക്കെ അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. നല്ല നല്ല കറികളുണ്ടാവും. നമ്മൾ കുറച്ച് പത്തിലെ കറിയും കഴിക്കും ഗൈസ്. അല്ലാതെ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ 2 കയ്യിലെടുത്തിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ ഞാൻ എന്താണ് പത്തിലെന്നെ ബാക്കി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ പത്തിലെന്നെ ഉച്ചക്ക് കഴിക്കും. എനിക്കങ്ങനെ ചോറോടോ വല്ല താല്പര്യമൊന്നുമില്ല. പിന്നെ ചോറ് കഴിക്കുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിക്കുന്നത് മാത്രം. ഷെൻജുവിന് കുറച്ച് ചോറ് തിളപ്പിക്കാനുണ്ട്. എന്താ മോളാ? ഷെൻജുവിൻ്റെ ഷൂടെ വാഷ് ഇട്ട് നോക്കി കേട്ടോ. കഴുകി കഴിഞ്ഞു, പക്ഷേ ഇവിടെ ചളിയൊന്നും പോയിട്ടില്ല. അപ്പോൾ ഹാൻഡ് വാഷും കൂടി ചെയ്യേണ്ടി വരും. ഹാൻഡ് വാഷ് ചെയ്തപ്പോൾ അത്യാവശ്യം വെളുത്തിട്ടുണ്ട്. നമുക്കിത് ഉണങ്ങാൻ വെക്കാം. ഇത് ഉണങ്ങേണ്ട കാലാവസ്ഥ ഒന്നും ഇല്ല കേട്ടോ. ഇത് നല്ല തണുത്ത കാലാവസ്ഥയാണ് ഗൈസ്. വെയിലൊക്കെ പോയി മഴ പെയ്യേണ്ട ഒരു കാലാവസ്ഥ. ഇന്നലെ വൈകുന്നേരം ഇതുപോലെ ആയിരുന്നു, പക്ഷെ മഴ പെയ്തില്ല. പെയ്യുന്നൊരു ഭാഗത്തൊക്കെ വരും. ഇവിടെ ഇങ്ങനെ ഒരു തുള്ളി ഇട്ടിട്ട് പോയത് മാത്രം. നമ്മൾ ഷെൻജുവിൻ്റെ ഷൂ അങ്ങ് കയറ്റി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഉച്ചയായപ്പോൾ ഉമ്മ നെയ്ച്ചോറും മസാലയും കൊണ്ടുവന്നു. അമ്മ എന്നിട്ട് ഉച്ചക്ക് നമ്മൾ ഫുഡ് അതായിട്ടാണ്. ഉച്ചക്ക് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ചെന്നിട്ട് ചോറ് തിളപ്പിക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഉമ്മ ചോറ് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ രണ്ടാളും കൂടി അത് കഴിച്ചു. പിന്നീട് വൈകുന്നേരം ആയപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ക്യാരംസൊക്കെ വെറുതെ ഇങ്ങനെ കളിച്ചിരുന്ന് മുറ്റത്തൊക്കെ ഇരുന്നിട്ട് ഒരു ടൈം പാസ്. അങ്ങനെ എന്താണ് നമ്മൾ കുറച്ച് ക്യാരംസൊക്കെ കളിച്ചു. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ പറഞ്ഞുള്ള കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ഡ്രസ്സ് മടക്കി വെക്കാനുണ്ട്. അതായത് ഉണങ്ങിയിട്ട് കൊണ്ടിട്ടത് കുറച്ച് മടക്കി വെക്കാനുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് സെറ്റാക്കാം. അതുകൊണ്ട് സെറ്റ് ആക്കി കഴിഞ്ഞാൽ അപ്പം ഞാൻ രാത്രി ശരിക്കും നെയ്ച്ചോറ് വെക്കാമെന്നാണ് വിചാരിച്ചത്. ഇപ്പം തീരുമാനിച്ചിട്ടില്ല എന്ത് വെക്കണമെന്ന്. കാരണം ഉച്ചക്ക് എനിക്ക് പത്തിലുണ്ടായിന്. ഷെൻജാക്ക് ഞാൻ ചോറ് കളിപ്പിക്കാമെന്ന് വിചാരിച്ചു, സാധാ ചോറ്. അപ്പോഴത്തേക്ക് ഉമ്മ കുറച്ച് നെയ്ച്ചോറും മസാലയും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഉച്ചക്കൊക്കെ അങ്ങനെ അത് ഞാൻ ഷെന്നും കൂടി അത് കഴിച്ചു. അപ്പം ഇനി രാത്രി നെയ്ച്ചോറ് വെക്കണോ പത്തിലെന്നെ ചുടണോ ഇതിൽ രണ്ട് രീതിയിലുള്ളത്. ഞാൻ നെയ്ച്ചോറാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ രാവിലത്തെ 10 കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഇച്ചിരി നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സൊക്കെ മടക്കി വെക്കാം. ഹായ്, അപ്പോൾ ഇപ്പോൾ സമയം 9 മണിയായിട്ടായെന്ന് തോന്നുന്നു. അപ്പോൾ രാത്രി ഫുഡൊക്കെ കഴിക്കണം അത്ര. അപ്പം ഫുഡ് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ആക്കിയിട്ടൊന്നുമില്ല. കറി ഉണ്ടായിരുന്നു, പിന്നെ രാവിലത്തെ പത്തിലുണ്ട്. അപ്പം അതങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു പുറത്ത്. ഇപ്പോഴത്തേക്ക് മാത്രമായിട്ട് ഒന്നും ആക്കാൻ നിൽക്കുന്നില്ല. നല്ല ഉറക്കം വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പം എന്ന് വെച്ചാൽ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഒരു 11-12 മണി വരെ സുഖമായിട്ട് ഉറങ്ങുന്ന ഒരാളായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് എന്താ വരുന്നില്ല, അങ്ങനെ ഉറക്കം വരുന്നില്ല ഗൈസ്. ഇപ്പോൾ രാത്രി ഇപ്പം ലേറ്റായിട്ട് ഇപ്പോൾ 1 മണിയൊക്കെ കഴിഞ്ഞാലാണ് ഉറങ്ങുന്നത്. രാത്രി 2-3 ദിവസമായിട്ട് അങ്ങനെ തന്നെയാണ്. എന്നാൽ പോലും രാവിലെ ഒരു 8-9 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ ഉറക്കം കഴിയും. ഭയങ്കര സങ്കടമാണ്. ഞാൻ ഇങ്ങനെയല്ല ആയിരുന്നു ഗൈസ്. പക്ഷേ എന്താണെന്നറിയില്ല, അങ്ങനെ ഉറക്കം വരുന്നില്ല, കിട്ടുന്നില്ല. പിന്നെ വേറെന്താ, അപ്പം ഇപ്പോൾ രാത്രി ഫുഡ് കഴിക്കുന്നത് കാണിക്കേണ്ടെന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ വിളിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ ബൈ.